മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മാങ്കുളത്ത് സർവകക്ഷി യോഗം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി യോഗശേഷം MLA പറഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഇളംപ്ലാശ്ശേരി മുതൽ കുറത്തിക്കുടി വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കായി നിലനിൽക്കുന്ന തടസ്സം സംബന്ധിച്ചും വനംവകുപ്പിന്റെ ഇടപെടൽ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഇതുവഴിയുള്ള യാത്രാ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി MLA പറഞ്ഞു. ഈ റോഡ് PWD അധീനതയിൽപ്പെട്ട റോഡാണ്. അപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു സർവകക്ഷി യോഗം നടത്തിയിട്ടുള്ളത്. നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കുറത്തിക്കുടി വരെയുള്ള റോഡ് ഇപ്പോൾ പണികൾ നടന്നിരിക്കുന്നു. അതേപോലെ കുറത്തിക്കുടിയിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ അവിടുത്തെ ഉന്നതിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. പിന്നീട് വരുന്ന ഒരു ഏകദേശം ഒരു 7.5 കിലോമീറ്റർ റോഡ് ഇപ്പോൾ വനംവകുപ്പ് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കാണുന്നതിനും അതുപോലെ ഈ റോഡ് അന്നിപ്പോൾ മലയോര ഹൈവേയായി പ്രഖ്യാപിച്ച ഈ റോഡ് ജനങ്ങൾക്ക് മാങ്കുളം പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ കുറത്തിക്കുടിയിലും കോതമംഗലം മണ്ഡലത്തെ എൽമലാശ്ശേരി ആറാമൈൽ ഭാഗത്തുള്ള ആളുകളെല്ലാം ഉപയോഗിക്കാൻ പാകത്തിന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നൊരു യോഗം ചേർന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരെയും കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർണാക്കുന്നേൽ, മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാജപാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. ഇരുപാതകളുടെയും കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പുരോഗതിയും കോടതി വ്യവഹാരങ്ങളുടെ തലസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളും വിവിധ ആളുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. പാതകളുടെ കാര്യത്തിൽ നിയമസഭയിൽ താൻ എടുത്തിട്ടുള്ള നിലപാടുകളും ഇടപെടലുകളും യോഗത്തിൽ MLA വ്യക്തമാക്കി. പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭരണതലത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ MLAക്ക് മുമ്പാകെ അവതരിപ്പിച്ചു.